അപ്പോൾ അതിൽ ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, ലോജിക്കൽ ഷിഫ്റ്റും അരിത്തമാറ്റിക് ഷിഫ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു, ഷിഫ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്കിപ്പം ഒരു ഡിജിറ്റ് തന്നിട്ടുണ്ടായിരിക്കും 101. 101 എന്ന് പറഞ്ഞാൽ എന്താണ്, 5ന് വേണ്ടിയിട്ടുള്ള ഒരു 5 എന്നുള്ള നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറിയാണ്. അപ്പോൾ നമ്മളതിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറയുക. ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ടുവേർഡ്സ് റൈറ്റ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം, ടുവേർഡ്സ് ലെഫ്റ്റ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ടുവേർഡ്സ് റൈറ്റിനെ നമ്മൾ ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യും, ടുവേർഡ്സ് ലെഫ്റ്റിനെ നമ്മൾ ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് എത്ര ബിറ്റ്സ് ആണോ നമുക്ക് മൂവ് ചെയ്യാനുള്ളത് അത് നമുക്ക് ഈ ആരോ സിമ്പിളിന് ശേഷം പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന നമ്പർ 101 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ 101 ഇതാണ് നമ്മുടെ നമ്പർ. അതിനെനിക്ക് എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം. ടുവേർഡ്സ് റൈറ്റ് ഞാൻ ഷിഫ്റ്റ് ചെയ്യുക ഒരു ബിറ്റ്. അങ്ങനെയാണ് എന്ത് ചെയ്യും, ഈ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എന്താവും, ഡ്രോപ്പ് ആവും. നമ്മളിപ്പോൾ അങ്ങ് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ബിറ്റ്സ് എഴുതി വയ്ക്കും. എന്താ, 0 1 0 ഉണ്ട്. നമുക്ക് 4 ബിറ്റ് റെപ്രസെൻറ്റേഷനാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ബിറ്റ് റൈറ്റിലോട്ട് മൂവ് ചെയ്തപ്പോഴേക്കും ഡ്രോപ്പ് ചെയ്ത് പോയി. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യും, 0 വെച്ച് ഫില്ല് ചെയ്യും. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ഇരിക്കുന്ന നമ്പറാണ് 010. അപ്പോൾ അതിന് 0101 അതിന് നമുക്ക് എന്ത് ചെയ്യണം, ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം ഒരു ബിറ്റ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്ത് ചെയ്യും, അങ്ങ് ഡ്രോപ്പ് ഔട്ടായി പോകും. ബാക്കി ആരൊക്കെയാണ് ഉള്ളത്, 101 ഉള്ളത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങോട്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 0 നമ്മൾ അറ്റാച്ച് ചെയ്യും. അതിൻ്റെ ടോട്ടൽ കൗണ്ട് 4 ആക്കാൻ വേണ്ടിയിട്ട്, ബിറ്റ്സിൻ്റെ ടോട്ടൽ കൗണ്ട് 4 ആക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നോർമൽ ഷിഫ്റ്റായിട്ട് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഈ ഒരു ഷിഫ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ലോജിക്കൽ ഷിഫ്റ്റ്. ഓക്കെ, ഈ ലോജിക്കൽ ഷിഫ്റ്റ് ഓപ്പറേഷൻസ് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളിതുവരെ പഠിച്ച ഷിഫ്റ്റ് ഓപ്പറേഷനുമായിട്ട് നമ്മൾ ഇപ്പം അതിനെ റെഫർ ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ ഷിഫ്റ്റ് എന്നാണ്. ഈ ഷിഫ്റ്റിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന നമ്പറിൽ നമ്മൾ എന്തിനെ മാത്രമേ കെയർ ചെയ്യുന്നുള്ളൂ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ മാത്രം. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ വാല്യൂ. ഓക്കെ, സോ ഇപ്പം ഞാൻ എഴുതുവാണ് 5 എന്ന് പറഞ്ഞാൽ ഞാൻ അത് +5 ആണോ -5 ആണോ എന്ന് ഞാൻ കെയർ ചെയ്യുന്നില്ല. ഐ എം ജസ്റ്റ് ഫോക്കസിങ് ഓൺ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അതിൻ്റെ വാല്യൂവിനെ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇനി നോക്ക്, ഇനി എന്ത് നമ്പർ പറഞ്ഞാലും അതിനെ നമ്മൾ പ്ലസ് എന്നോ മൈനസ് എന്നോ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പറയണം. അതായത് 5നെ നമ്മൾ നോർമലി എന്താ 5 എന്ന് പറഞ്ഞാൽ +5 ആണ്. ഇനി -5 ആണെങ്കിൽ -5 എന്ന് പറഞ്ഞിട്ട് എല്ലാ നമ്പറിനും 2 പാർട്സ് ഉണ്ടായിരിക്കും. എന്താ, ഒരു സെക്ഷൻ അതിൻ്റെ സൈനിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സെക്ഷൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് നമ്പേഴ്സിനെ അല്ലെങ്കിൽ സൈൻഡ് നമ്പേഴ്സിനെയാണ് നമ്മൾ എവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അരിത്തമാറ്റിക് ഷിഫ്റ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നോർമൽ അൺസൈൻഡ് ആയിട്ടുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്തിൽ റെപ്രസെൻറ്റ് ചെയ്യും, ലോജിക്കൽ ഷിഫ്റ്റ് ഓപ്പറേഷൻസ് നമ്മൾ ഇങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ആക്ച്വലി എന്താ, ലോജിക്കൽ ഷിഫ്റ്റ് ഓപ്പറേഷനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇനി സൈൻഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഏറ്റവും MSB ബിറ്റ്, അതായത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റില്ലേ, ആ ബിറ്റ് എപ്പോഴും ഇവിടെ നമ്മൾ 4 ഡിജിറ്റ് റെപ്രസെൻറ്റേഷനാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സാധാരണ ഒരു 8 ബിറ്റായിട്ടായിരിക്കും അതിൻ്റെ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷനിൽ പറയുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ നമ്പറിൻ്റെ MSB അതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള, അതായത് ഇങ്ങനെ നമ്മൾ 000 എന്ന് പാഡ് ചെയ്ത് 01 എന്നായിരിക്കും എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ MSB എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറ്റത്തുള്ള ബിറ്റ്, ഇത് MSB ആണ്. ഇതിന് വിളിക്കുന്ന പേരെന്താ, LSB, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. MSB എന്ന് പറഞ്ഞാൽ എന്താണ്, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റും റൈറ്റ് മോസ്റ്റ് ബിറ്റും. അതിൽ MSB എപ്പോഴും നമ്മൾ സൈൻ ഇൻഡിക്കേഷന് വേണ്ടി യൂസ് ചെയ്യും. ഇപ്പോൾ സൈൻ ഇത് നമ്മുടെ MSBയുടെ വാല്യൂ 0 ആണെങ്കിൽ 0 സ്റ്റാൻഡ്സ് ഫോർ പോസിറ്റീവ് നമ്പർ. 0 എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് നമ്പറും. ദെൻ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ദ ഗിവൺ നമ്പർ ഇസ് എ നെഗറ്റീവ് നമ്പർ. എന്ത് നമ്പർ എന്നാണ്, നെഗറ്റീവ് നമ്പർ. അപ്പോൾ ഒരു ബിറ്റ് റിസർവ് ചെയ്ത് വെച്ചിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, സൈനിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്പർ സിസ്റ്റത്തിനാണ് നമ്മൾ സൈൻഡ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലോജിക്കൽ ഷിഫ്റ്റ് യൂസ് ചെയ്യുന്നത് അൺസൈൻഡ് നമ്പേഴ്സിനാണ്. അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ കെയർ ചെയ്യത്തുള്ളൂ. നമ്മൾ 5 എന്ന് പറയും, നമ്മളത് +5 ആണോ -5 ആണോ എന്നൊന്നും പറയത്തില്ല. അതേസമയം അരിത്തമാറ്റിക് ഷിഫ്റ്റ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്, സൈൻഡ് നമ്പേഴ്സിലാണ്. അപ്പോൾ അതിന് +5 ആണെങ്കിൽ മസ്റ്റായിട്ടും 5 ആണെങ്കിൽ +5 എന്ന് മസ്റ്റായിട്ടും പറഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ രണ്ടുപേരുടെ കേസിൽ ഇപ്പോൾ ലോജിക്കൽ ഷിഫ്റ്റ് ആയാലും അരിത്തമാറ്റിക് ഷിഫ്റ്റ് ആയാലും ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ലോജിക്കൽ ഷിഫ്റ്റിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് അരിത്തമാറ്റിക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് എലമെൻറ്റ്സിൻ്റെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലെഫ്റ്റ് ഷിഫ്റ്റ് ടുവേർഡ്സ് ലെഫ്റ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് MSB എന്തായാലും നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ആ ബിറ്റ് അങ്ങ് ഡ്രോപ്പ് ആയി പോകും. അപ്പോൾ എത്ര ബിറ്റാണോ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത്, മൂവ് ചെയ്യേണ്ടത്, അത്രയും ബിറ്റ് അങ്ങ് പോകും. അതായത് ലോജിക്കൽ ലെഫ്റ്റ് ഷിഫ്റ്റും അരിത്തമാറ്റിക് ലെഫ്റ്റ് ഷിഫ്റ്റും ലോജിക്കൽ ലെഫ്റ്റ് ഷിഫ്റ്റും സെയിം തന്നെയാണ്. ഓക്കെ, ഇനി റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, റൈറ്റിലോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ നമ്പറെങ്കിൽ 0101 ഇതാണ് നമ്മുടെ നമ്പറെങ്കിൽ ടുവേർഡ്സ് റൈറ്റ് ആണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, എലമെൻറ്റിനെ നമ്മൾ അല്ലെങ്കിൽ ബിറ്റ്സിനെ നമ്മൾ മൂവ് ചെയ്യുമ്പോഴേക്കും നമ്മൾ അവിടെ ആരെ ടേക്ക് കെയർ ചെയ്യണം, MSB നമ്മളവിടെ പ്രിസർവ് ചെയ്യേണ്ട പൊസിഷൻ. അത്
അതിനെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ടേക്ക് കെയർ ചെയ്തേ പറ്റൂ. എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നത്? അതിൽ നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ നമുക്ക് വരുന്ന വാല്യൂ എന്തുമായിരിക്കും, MSBയിൽ വരുന്ന വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. അതിനെ അങ്ങനെ തന്നെ നമ്മൾ റിറ്റെയിൻ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഇതിൻ്റെ കേസിലാണ് അരിത്തമാറ്റിക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ദെൻ റൈറ്റ് ഷിഫ്റ്റ് ഫിൽസ് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് വിത്ത് 0. ഇപ്പോൾ റൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോഴേക്കും എന്തായാലും നമ്മൾ പഠിച്ച ഷിഫ്റ്റ് തന്നെയാണ്. ലെഫ്റ്റിലത്തെ ബിറ്റിന് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് അല്ലെങ്കിൽ MSBയെ നമ്മൾ എന്ത് ചെയ്യും, 0 വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യും. അതേസമയം നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ MSB ബിറ്റ് എന്തായിരിക്കും, അതിൻ്റെ സൈൻ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ +5 ആണെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യുക, 0 0 0 0 0 1 0 1 ഇതിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഇതങ്ങ് പോയി, ഇതങ്ങ് എന്തെങ്കിലും ഡ്രോപ്പ് ഓഫ് ആയി പോകും. പിന്നെ നമ്മുടെ എത്ര ബിറ്റ്സ് ഉണ്ട്, 0 1 0, പിന്നെ നമ്മൾ ഓൾറെഡി ഉള്ള ഈ 0 ഇങ്ങോട്ട് വരും. അപ്പോൾ 4 ആയി. പിന്നെ ബാക്കിയുള്ള 3 പേര് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഇത് നമുക്ക് MSBയിൽ ഒരു ബിറ്റ് അപ്പൻഡ് ചെയ്യണം. അപ്പോൾ നോക്കുന്നത് എന്താണ്, +5 ആണെങ്കിൽ നമ്മളിവിടെ അപ്പൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും, 0 വെച്ച് നമ്മൾ അപ്പൻഡ് ചെയ്യും. ഓക്കെ, ഇനി അത് -5 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ബിറ്റ് പൊസിഷനിൽ നമ്മൾ എന്ത് കൊടുക്കുക, 1 എന്നുള്ള വാല്യൂ വെച്ച് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. റാൻഡമായിട്ട് 0 വെച്ച് ഈ ബിറ്റ് പൊസിഷൻ നമ്മൾ ഫില്ല് ചെയ്യാൻ പാടില്ല എന്നാണ് ആര് പറയുന്നത്, നമ്മളുടെ അരിത്തമാറ്റിക് ഷിഫ്റ്റ് ഓപ്പറേഷൻ പറയുന്നത്. ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ദെൻ റൈറ്റ് ഷിഫ്റ്റ് ഫിൽസ് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് വിത്ത് 0. ദെൻ ഇവിടെ നമ്മുടെ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫിൽസ് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് വിത്ത് സൈൻ ബിറ്റ്. അതായത് നമ്മുടെ സൈൻ ഏതാണോ, പോസിറ്റീവ് ആണെങ്കിൽ നമ്മളതിനെ 0 വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യണം. ദെൻ നെഗറ്റീവ് ആണെങ്കിൽ മസ്റ്റായിട്ടും അവിടെ ഏത് വാല്യൂ വരണം, 1 വരണം. ഓക്കെ, ഇത് സാധാരണ നമുക്ക് ബിറ്റ്സ് ആ ബിറ്റ് മാനിപ്പുലേഷന് വേണ്ടി മാത്രമാണ്. അവിടെ നമ്മൾ ഒരിക്കലും നമ്പറിൻ്റെ സൈനെ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതേസമയം സൈൻഡ് നമ്പറിൻ്റെ ഓപ്പറേഷൻസിനകത്താണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, അരിത്തമാറ്റിക് ഷിഫ്റ്റ് ഓപ്പറേഷൻ. അതായത് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഓപ്പറേഷൻസ് ഒക്കെയാണ് ശരിക്കും അരിത്തമാറ്റിക് ഷിഫ്റ്റ് വെച്ച് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് LSD ഒക്കെ പഠിക്കുമ്പോഴേക്കും മനസ്സിലാവും. ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക, സൈൻഡ് മാഗ്നിറ്റ്യൂഡ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് ആണ്, അതായത് അരിത്തമാറ്റിക് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻസ് ആണ് സാധാരണ ഷിഫ്റ്റ് വെച്ച് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ലോജിക്കൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്യുവർലി നമ്പേഴ്സിനെ തന്നെ നമ്മൾ, അല്ലെങ്കിൽ ബിറ്റ്സിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി, മൂവ് ചെയ്യിക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ലോജിക്കൽ ഷിഫ്റ്റ് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഇനി ലോജിക്കൽ ഷിഫ്റ്റിന് ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഒരു ലെഫ്റ്റ് ഷിഫ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം ഓക്കെ, റൈറ്റ് ഷിഫ്റ്റ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ MSB നമ്മുടെ ഈ ഒരു ബിറ്റ് എന്തായിരിക്കും, 0 ആയത് എന്തുകൊണ്ടാണ്, നമ്മുടെ ഇരിക്കുന്ന വാല്യൂ +5 ആയതുകൊണ്ടാണ്. അത് -5 ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നതിനെ ഈ ഒരു ബിറ്റ് പൊസിഷൻ നമ്മൾ 1 സെറ്റ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റായിട്ട് 0 വെച്ച് പാഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അപ്പൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. എത്രയാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്, ഷിഫ്റ്റ് ഓപ്പറേഷൻ. അതിൽ നമ്മൾ പഠിച്ചത് എന്താണ്, ലോജിക്കൽ ഷിഫ്റ്റും അരിത്തമാറ്റിക് ഷിഫ്റ്റും. ഓക്കെ.